ഒരിടയ്ക്ക് തല താഴ്ത്തിയ മോളിവുഡിലെ ലഹരി സംഘം വീണ്ടും തലപൊക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ വഴി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഹരി മരുന്നടിച്ച് അതിന്റെ ഉന്മാദത്തിൽ സഹതാരമായ വിൻസി അലോഷ്യസിനോട് അപമര്യാദയായി പെരുമാറിയെന്ന് വിൻസി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ നടൻ ഷൈൻ ടോം ചാക്കോയെ ഡെൻസാഫ് സംഘം കലൂരിലെ PGS വേദാന്ത ഹോട്ടലിൽ പരിശോധന നടത്താനെത്തി. ഷൈനെയും സംഘത്തിനെയും പരിശോധിക്കാനെത്തിയപ്പോൾ ഷൈൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ നവമാധ്യമങ്ങൾ വഴി വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി വരാം, ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം. 5 ദിവസത്തിലേറെയായി ഷൈൻ ടോം ചാക്കോ തങ്ങളുടെ നിരീക്ഷണത്തിലാണെന്ന് ഡൻസാഫ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഷൈനും കൂട്ടരും വേദാന്ത ഹോട്ടലിൽ ലഹരിമരുന്ന് പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തിലാണ് ഡൻസാഫ് സംഘം ഹോട്ടലിൽ എത്തിയത്. എന്നാൽ ഹോട്ടൽ അധികൃതരുടെ സഹായത്തോടെ ഷൈൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഹോട്ടലിന്റെ 3ാം നിലയിലെ ജനാല വഴി ഇടവഴിയിലെ ഷീറ്റിലേക്ക് ചാടി 2ാം നിലയിലെത്തുകയും അവിടെ നിന്നും സ്വിമ്മിംഗ് പൂൾ വഴി പുറത്തേക്കുള്ള സ്റ്റെയർ വഴി രക്ഷപ്പെടുകയുമാണ് ചെയ്തത്. ഇതിനിടയിൽ ഷീറ്റ് പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. വിൻസിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷൈനെതിരെ അന്വേഷണം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മിനിസ്റ്റർ MP രാജേഷ് ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുണ്ട്. വിൻസിയുടെ പരാതിയിൽ അന്വേഷണം നടത്തി ഷൈനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് അമ്മ അസോസിയേഷനും ഫിലിം ചേംബറും സംയുക്തമായി തീരുമാനിച്ചിരിക്കുകയാണ്. അതേസമയം ഷൈനെതിരെ വിവാദങ്ങൾ കത്തിക്കയറുമ്പോൾ മറ്റൊരു വശത്ത് നടൻ ശ്രീനാഥ് ഭാസിയും കുടുക്കിലേക്ക് നീങ്ങുകയാണ്. താരത്തിന്റെ ബാൻ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ മാറി സിനിമയിൽ വീണ്ടും സജീവമാകാൻ തുടങ്ങിയ ശ്രീനാഥ് ഭാസിക്കെതിരെ നിർമ്മാതാവ് ഹസീബ് മലബാറാണ് രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്ക് കോടതിയിൽ കാണാം എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായ ഹസീബ് ചിത്രത്തിന്റെ പ്രധാന താരമായ ശ്രീനാഥ് ഭാസി തന്നോട് പുലർച്ചെ 3 മണിക്ക് ഫോൺ വിളിച്ച് തനിക്ക് കഞ്ചാവ് എത്തിക്കണമെന്നും അല്ലാത്തപക്ഷം താൻ നാളെ അഭിനയിക്കാൻ ഇറങ്ങില്ലെന്നും പറഞ്ഞ് ബഹളം വെച്ചു എന്ന ആരോപണവുമായിട്ടാണ് നിർമ്മാതാവ് ഹസീബ് മലബാർ രംഗത്തെത്തിയിരിക്കുന്നത്. നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ഹസീബ് പരാതി കൊടുത്തിട്ടുണ്ട്. താരങ്ങൾക്കായി നൽകിയ ക്യാരവാന്റെ ഉള്ളിൽ കയറി മുഴുവൻ സമയവും കഞ്ചാവ് അടിച്ചിരിക്കുകയല്ലാതെ തന്റെ പടവുമായി വളരെ കുറച്ച് മാത്രമേ ശ്രീനാഥ് ഭാസി സഹകരിച്ചിട്ടുള്ളൂ എന്നും എന്തിനാണ് ഇത്രയും തലവേദന തരുന്ന താരങ്ങളുടെ ഡേറ്റിന് പിന്നാലെ മറ്റുള്ള നിർമ്മാതാക്കൾ നടക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ഇത് തനിക്ക് വലിയൊരു പാഠമാണെന്നുമാണ് ഹസീബ് ശ്രീനാഥ് ഭാസിക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ. സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ സാധാരണക്കാരനാണെങ്കിൽ ഒരു നിലപാട് ഒരു വ്യക്തി എടുക്കുന്നുണ്ടെങ്കിൽ അത് നിലപാട് തന്നെയാണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും മറ്റ് വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽസ്.